മലയാള സിനിമാ ലോകം കൃത്യമായി നിരീക്ഷിക്കുന്നവർക്ക് സണ്ണി വെയിൻ എന്ന നടനെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ശരീരം കൊണ്ടും ശാരീരം കൊണ്ടും നല്ല നടനെന്ന രീതിയിൽ വളരുന്ന സണ്ണി വെയിൻ ഒരേ സമയം ന്യൂ ജനറേഷൻ സിനിമയുടെയും അതുപോലെ പരീക്ഷണ സിനിമയുടെയും ഭാഗമാകുന്നു. സണ്ണിയുടെ പുത്തൻ പടമാണ് അപ്പവും വീഞ്ഞും. സണ്ണിയുമായി ഒരു കൂടിക്കാഴ്ച. സണ്ണി ഇപ്പോൾ മലയാള സിനിമയിലെത്തിയിട്ട് ഒത്തിരി കാലങ്ങളായി. 3 വർഷം. അതെ, 3 വർഷം ഒരു നല്ലൊരു കാലയളവ്. ഏകദേശം എത്രത്തോളം അഭിമുഖങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവും? പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു ചോദ്യം. ലെസ് ദാൻ 20 എന്ന് പറയാം. ലെസ് ദാൻ 20 അല്ല, ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഇത്തരം അഭിമുഖങ്ങളിൽ സണ്ണി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ചോദ്യം എന്താണ്? ഇപ്പോൾ ഇൻ്റർവ്യൂസിനടുത്ത് പ്രത്യേകിച്ച് വെറുപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പൊതുവേ സിനിമയുടെ പ്രൊമോഷൻസിനൊക്കെ പോകാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന സിനിമകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഒന്നാമത് മീഡിയാസിൽ വരുന്ന നമ്പർ കുറയുന്നത്. ഞാൻ എന്നെ വിലയിരുത്തുന്നത്, ഞാൻ സിനിമയെക്കുറിച്ച് അത്ര ആധികാരികമായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഒരു എക്സ്ട്രാ വാഗൻ്റായിട്ട് സംസാരിക്കാനുള്ളൊരു പക്വത എനിക്കായിട്ടില്ല എന്നൊരു തോന്നലും കൂടെ എനിക്കുണ്ട്. അപ്പം ഞാൻ ഇൻ്റർവ്യൂസിന് പങ്കെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ മോശമാക്കണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. ഇപ്പോൾ സണ്ണിയുടെ നായകത്വത്തിൽ ഉള്ള സിനിമ അപ്പവും വീഞ്ഞും ഏത് തരത്തിലായിരിക്കും പ്രേക്ഷകരെ അത് ആകർഷിക്കുക, തൃപ്തിപ്പെടുത്തുക, സന്തോഷപ്പെടുത്തുക? ഈ സിനിമ ഒന്നാമത് സിനിമയുടെ പ്ലോട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കഥ ഇപ്പോൾ ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് ഇത് ആളുകൾക്ക്, അതായത് ഇപ്പം ബേസിക്കലി ഈ സിനിമ നമ്മൾ കഥ ഡയറക്ടർ പറയുമ്പം എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് നല്ല മ്യൂസിക്കൊക്കെയാണ്. ഇപ്പോൾ ഇതൊരു മ്യൂസിക്കലി പോകുന്നൊരു സിനിമയാണത്. പിന്നെ പഴയ പാട്ടുകൾ, ഇപ്പം 70s ആ സിനിമയിൽ തന്നെ ഒരു ഡയലോഗുണ്ട്. കാരണം എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജൂഡ് എന്നാണ്. അപ്പോൾ ജൂഡ് ഗോവയിൽ നിന്ന് ഇവിടെ നമ്മൾ കേരളത്തിലേക്ക് വരുന്നതാണ്, ഒരു വെക്കേഷന് വരുന്നതാണ്. അപ്പം വന്നു കഴിയുമ്പം അവിടെ ഫെർണാണ്ടസ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് അവിടെയുള്ള പഴയ ഒരു ലാൻഡ് ലോഡ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പഴയ സിനിമകളിൽ കാണുന്ന, ഊട്ടിയിലൊക്കെ കാണുന്ന വലിയ ബംഗ്ലാവൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവും, ലക്ഷറിയസ് ആയിട്ടുള്ള. അപ്പോൾ അയാൾ കണ്ടിട്ട് അയാൾ മീറ്റ് ചെയ്ത് പരിചയപ്പെട്ട് ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടിട്ട് അയാൾ പറയണത്, നിൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനസ്സുകളുണ്ട് ഇവിടെ. അതൊക്കെ ഇങ്ങനെ തണുത്ത് ഉറഞ്ഞു കിടക്കുകയാണ്. ചിലപ്പോൾ നിൻ്റെ പാട്ടുകൾ അവരെ ചിലപ്പോൾ ഉണർത്തായിരിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ പാട്ടുകളൊക്കെ നമ്മുടെ പഴയ പാട്ടുകളാണ്. നമ്മുടെ ബീറ്റിൽസിൻ്റെ, ഡോസിൻ്റെ, പിന്നെ പഴയ മലയാള സിനിമകളിലെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ. പ്രേക്ഷകർക്ക് ഇതൊരു വീണ്ടും ഒരു ടച്ചിങ്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ അവരെ ടച്ച് ചെയ്യുന്ന സിനിമ. അപ്പോൾ ചിത്രം ഒരു മ്യൂസിക്കൽ ത്രില്ലർ എന്നുള്ള രീതിയിലേക്ക്, മ്യൂസിക്കലി ഒരു ത്രില്ലറും കൂടെയാണ്. മ്യൂസിക്കിന് പ്രാധാന്യം ഉണ്ടായതുകൊണ്ടാണ് ഇതിനകത്ത് സംഗീത സംവിധായകൻ ഔസേപ്പച്ചനും അതുപോലെ തന്നെ പ്രതാപ് പോത്തൻ്റെ മകളും പാടിയിട്ടുണ്ട് ഇല്ലേ? എന്താണ് ആ പാട്ടുകളുടെ ഒരു ഫീലും പ്രത്യേകതയും? അത് ആക്ച്വലി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഡയറക്ടറിനാണ്. കാരണം എനിക്ക് ഈ ഡയറക്ടറുടെ അടുത്ത് നിന്ന് എനിക്ക് കൂടുതലായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് എന്താ പറയുക, പണ്ട് മുതലേ പഴയ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സെൻസിബിൾ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയിലുള്ള ഒരാളാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നത് ഔസേപ്പച്ചൻ സാറുമായിട്ട് ഷെയർ ചെയ്തപ്പം അദ്ദേഹത്തിന് കൂടുതൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും.
പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവിൽ പാട്ടുകളെക്കുറിച്ചുള്ള പരാതി ഇപ്പോഴത്തെ പാട്ടുകളിൽ എല്ലാ പാട്ടുകളിലുമല്ല മിക്കവാറും പാട്ടുകളിൽ കവിത്വമില്ല അല്ലെങ്കിൽ കവിതയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആത്മാവില്ല അല്ലെങ്കിൽ അതിന് ആയുസ് കുറവാണ് എന്നൊക്കെ പറയുന്നു. ഇതൊരു മ്യൂസിക്കൽ ത്രില്ലറാണ്, അല്ലെങ്കിൽ മ്യൂസിക്കിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഇതിൻ്റെ പശ്ചാത്തലം ഈ പറഞ്ഞതുപോലെ പ്രതാപ് പോത്തൻ്റെ കഥാപാത്രവും സണ്ണി ഒരു ഗായകനാണ്, സംഗീതജ്ഞനാണ്. എന്താണ് ഇതിൽ ഒരു കവിത്വമുള്ള പാട്ടുകൾ പ്രേക്ഷകന് കുളിർമ നൽകാനുണ്ടാകുമോ? ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, പഴയ പാട്ടുകൾ, ഇപ്പം ഈ സിനിമയിലൊരു പാട്ടുണ്ട്, കരിനീല കണ്ണുള്ള പെണ്ണെ നിൻ്റെ കവിളത്ത് ഞാനൊന്നും നുള്ളി. അപ്പം ആ ലൈൻ തന്നെ അത്രയും ബ്യൂട്ടിഫുള്ളാണ്. കവിതയുണ്ട്, പ്രണയമുണ്ട്. അങ്ങനെ പാട്ടുകൾ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനകത്ത്. ഈ സംഗതി എന്നൊക്കെ പറയണ പോലെ എല്ലാം ഉള്ള പാട്ടുകളാണ്. പഴയ പാട്ടിനെ നമ്മൾ എടുത്തിട്ട് അതിനെ മോശമായ രീതിയിൽ നമ്മളതിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. അതിനെ അതിന് ആ പാട്ടിന് അത്രയും അതിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്തിട്ട് തന്നെയാണ് ഇതിലും ഈ സിനിമകളിലും പല പാട്ടുകളും യൂസ് ചെയ്തിരിക്കുന്നത്. റീമിക്സ് ഉണ്ടോ? റീമിക്സ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ പഴയ പാട്ട് പാടിയിട്ടുണ്ട്. പഴയ പാട്ടുകളല്ലാതെ പുതിയ പാട്ടുകൾ ചെയ്തതും എനിക്ക് തോന്നുന്നു ഔസേപ്പച്ചൻ സാറിന് വിഷ്വൽ ഡയറക്ടർ അദ്ദേഹം കൺസൾട്ട് ചെയ്തതും സ്റ്റോറി പറഞ്ഞതും ഇപ്പോൾ ഈ പഴയ പാട്ടുകളും എല്ലാം കൂടെ വരുമ്പം അദ്ദേഹം പുതിയൊരു പാട്ട് അതിലേക്ക് ആഡ് ചെയ്തപ്പോഴും ഇതിൻ്റെ സെയിം ഒരു ഇക്വേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കരിനീല കണ്ണുള്ള പെണ്ണി നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി, അറിയാത്ത ഭാഷയിലെന്തോ കുളിരളകങ്ങൾ എന്നോട് ചൊല്ലി, കരിനീല കണ്ണുള്ള പെണ്ണി. സണ്ണിക്കെന്ന് തോന്നുന്നു, അതായത് ഒരു നടന് ശരീരവും ശാരീരവും ശബ്ദവും വളരെ പ്രധാനമാണ്. ഇത്രയും സിനിമകൾ അഭിനയിച്ചുകൊണ്ട് തന്നെ പലരും സണ്ണിയെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയും. നമ്മൾക്കത് നല്ലതെടുക്കാം, ചീത്ത തള്ളിക്കളയാം ഒക്കെ ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ സണ്ണിയുടെ ഗുണങ്ങളെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ടാകും. ഇതിൽ ശരീരമാണോ അതോ ശാരീരമാണോ സണ്ണിയെ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു പടി ഉയർത്തി നിർത്തുന്നത്? എനിക്ക് തോന്നുന്നു എൻ്റെ കോൺഫിഡൻസ് ആയിരിക്കാം. എന്നിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നിലുള്ള ക്വാളിറ്റീസിലുള്ള കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ. അപ്പം മറ്റത് പരാധീനതകൾ ഞാൻ അതിനെ മാറ്റി വെച്ചിട്ട് എൻ്റെ ക്വാളിറ്റീസിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ബൗണ്ടറീസിലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. സണ്ണിയുടെ ശബ്ദത്തെക്കുറിച്ച് ആരെങ്കിലും എപ്പോഴെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? മനോഹരമായ ശബ്ദമാണ്. ആദ്യം സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ശബ്ദം മോശമാണെന്നാണ് പണ്ട് പലരും പറഞ്ഞത്. പക്ഷേ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പം ഇത് നേരെ ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഈ കോളേജിലൊക്കെ പഠിച്ച സമയത്ത് പലരും പറയുമായിരുന്നു ശബ്ദം ഒരു സുഖമില്ലല്ലോ. ഇപ്പം ലാൻഡ് ഫോണിലൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ച് സംസാരിക്കുമ്പം എപ്പോഴും പറയും ഇങ്ങനെ ഈ പാറയിലൊക്കെ ഇട്ട് വരയ്ക്കുന്ന പോലത്തെ ശബ്ദമാണ് എന്നൊക്കെ പറയാം. അപ്പം എനിക്ക് അന്നതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു എൻ്റെ സൗണ്ട് എന്നുള്ളത്. പക്ഷേ ഇപ്പം സിനിമയിൽ വന്നതിന് ശേഷം എൻ്റെ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് ശബ്ദമാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും കാലം ഞാൻ കേട്ടുകൊണ്ടിരുന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷനാണ് ഞാൻ കേട്ടത്. അപ്പം അതിൽ സൗണ്ടിന് ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പവും വില്ലും എന്ന് പറയുന്ന സിനിമയ്ക്കകത്തെ 8 വർഷത്തിന് ശേഷം രമ്യാകൃഷ്ണൻ എത്തുന്നു. പ്രതാപ് പോത്തൻ മറ്റൊരു കഥാപാത്രം. എന്താണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം? കാരണം 8 വർഷത്തിന് ശേഷമാണ് രമ്യാകൃഷ്ണൻ്റെ ഒരു സാന്നിധ്യം വരുന്നത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഫസ്റ്റ്, അതായത് 3 വർഷം മുന്നെയാണ് ഞാൻ നീലാകാശം പച്ചക്കടൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഇതിൻ്റെ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റുമായിട്ട് വിഷയം വരുന്നത്. അപ്പം അത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഇതിൽ 3 ക്യാരക്ടേഴ്സുണ്ട്. ജൂഡ്, ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ. സെക്കൻഡ് മെർലിൻ, പിന്നെ ഫെർണാണ്ടസ്. അപ്പം ഞാൻ ഈ മെർലിനും ഫെർണാണ്ടസും ആരൊക്കെയാണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഫെർണാണ്ടസ് വന്ന് പ്രതാപ് സാർ ചെയ്യുന്നു, മെർലിൻ രമ്യാകൃഷ്ണൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പം ആ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പം ഈ 2 ക്യാരക്ടേഴ്സ് അതിൽ രമ്യാകൃഷ്ണനാണെന്ന് പറഞ്ഞപ്പം ആ ക്യാരക്ടർ ചെയ്യാൻ രമ്യാകൃഷ്ണൻ അല്ലാതെ വേറെ ആരും ആപ്റ്റാവില്ല. ഈ ചോദ്യം ഞാൻ ഡയറക്ടറിനോട് ചോദിച്ചു, ഈ സെയിം ചോദ്യം, വായ് രമ്യാകൃഷ്ണൻ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് മോണിക്ക ബെല്ലൂച്ചിനെ കിട്ടില്ല, അതുകൊണ്ടാണ് രമ്യാകൃഷ്ണൻ. അപ്പം എനിക്ക് ഭയങ്കര സെൻസിബിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ക്യാരക്ടറിൽ അപ്പം രമ്യാകൃഷ്ണൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അത് ആ സിനിമ വാച്ച് ചെയ്താലേ ആക്ച്വലി അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ചെയ്യാൻ
അവരാണ് അവരുടെ ആ സൗന്ദര്യവും അല്ലെങ്കിൽ എല്ലാം അവരുടെ ക്യാരക്ടർ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. Don't call me madam. Call me Marlene. വിളിക്കൂ. മെർലിൻ. Yes. ഈ നല്ല സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്താതെ പോയത് എന്ത് എന്നുള്ള ചിന്തയും ഈ നടന്മാർക്ക് ഉണ്ടാവാറുണ്ട്. അവരത് അനലൈസ് ചെയ്യാറുണ്ട്, അതിനുള്ള റെമഡി കണ്ടെത്താറുണ്ട്. സണ്ണിയെ പോലുള്ള ഇത്രയും കഴിവുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ശബ്ദം, അഭിനയം, ശരീരം എല്ലാമുണ്ട്, ഒരു നടന് വേണ്ട എല്ലാമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സണ്ണി ഈ ഇത്തരം കാര്യങ്ങൾക്ക്, അതായത് ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്ന് സ്വയം തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ്. നമ്മളുടെ മാക്സിമം നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം വെച്ചാൽ എനിക്ക് ഇപ്പം ആസ് എ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ ഇപ്പോൾ എൻ്റെ പ്രൊഫഷൻ ഇസ് സിനിമ. സോ എനിക്ക് എൻ്റെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണം. അപ്പം മാർക്കറ്റിംഗ് ഇസ് എ പാർട്ട് ഓഫ് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. അപ്പം നമ്മളതിനെ ഇപ്പം ചില സിനിമകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഇപ്പം നായകനായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ക്യാരി ചെയ്യുന്ന സിനിമകൾ കുറവാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ക്യാരി ചെയ്യുന്ന സിനിമകൾ എനിക്ക് റീച്ച് ചെയ്യിക്കുക എന്ന് പറയുന്നതും ഇപ്പം ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ എൻ്റെ പാട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് എല്ലാവരും അത് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു സിനിമ ആക്ച്വലി ശരിക്കും റീച്ച് ചെയ്യുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ സണ്ണി ഇപ്പോൾ ഒരു സിനിമയുടെ നായകത്വം സ്വീകരിക്കണം എന്ന് തീരുമാനിക്കണമെങ്കിൽ എന്തൊക്കെയായിരിക്കാം സണ്ണി നോക്കുന്നത്? അതിൻ്റെ ഒരു ക്വാളിറ്റി ജഡ്ജ്മെൻറ്റ് ഏത് രീതിയിലായിരിക്കും വരിക? ഞാൻ നോക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഒരു സിനിമ ക്യാരി ചെയ്യുമ്പം ഇപ്പം എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം തിരിച്ച് കൂടെ ഉണ്ടാകുന്നത്. ഇപ്പം എനിക്കും ഫോൾട്ടുകൾ പറ്റാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡയറക്ടറിന് ഒരു ഫോൾട്ട് പറ്റി കഴിഞ്ഞാൽ അതൊരു ക്യാമറമാനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറമാൻ ആയിരിക്കണം. അല്ലെങ്കിൽ ഇപ്പം പലരുടെയും ഈ പ്രശ്നങ്ങളെല്ലാം ഓരോ സ്ഥലത്തുനിന്ന് ഓരോരുത്തർ ടേക്ക് ഓവർ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാൻ ഇറ്റ്സ് വെരി ഈസി. വളരെ നല്ല രീതിയിൽ വളരുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന അഭിനേതാക്കളിൽ ഒരാളാണ്. പക്ഷേ ഇങ്ങനെ വളരുമ്പോൾ തന്നെ എന്തൊക്കെയാണ് എന്തായാലും ചില പിൻവലികൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം ഫീൽഡിനകത്തോ പുറത്തോ ഒക്കെ. അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ, ഫേസ് ചെയ്തിട്ടുണ്ടോ? ഞാനിതുവരെയായിട്ടും ഞാൻ വളരെ ഓപ്പണായിട്ടാണ് പറയണത്. ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെയൊന്നും ഫേസ് ചെയ്തിട്ടില്ല. ഈവൻ ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ബിക്കോസ് സിനിമയും എല്ലാം ഒരു പ്രൊഫഷനാണ്. അപ്പോൾ എല്ലാ പ്രൊഫഷനിലും ഈ സംഭവങ്ങൾ ഉണ്ട്. ഇപ്പം ഒരു കോർപ്പറേറ്റിലാണെങ്കിലും ഒരു IT കോർപ്പറേറ്റിലാണെങ്കിലും എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഒരു സിനിമയിൽ മാത്രമാണ് വിശ്വസിക്കില്ല. നമുക്ക് മൂവ് ചെയ്യണം. ഇപ്പോൾ സണ്ണി നായകനാകുന്നു എന്നുള്ളത് കൊണ്ട് ഭാമ പിന്മാറുന്നു എന്നൊരു വാർത്ത പ്രചരിച്ചിരുന്നു. ഭാമ തന്നെ അത് അങ്ങനെയല്ല എന്ന് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ഞാൻ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന്. എന്താണ് ഇതിന് പിന്നിൽ? ആരാണ് ഇതിന് പിന്നിൽ? എന്തിനാണ് അങ്ങനെ? അതങ്ങനെ ഉണ്ടായി. അതായത് അങ്ങനെ ഒരു സംഭവം ആക്ച്വലി ഇല്ലായിരുന്നു. അത് ചിലപ്പം ആരുടെയെങ്കിലും തലയിൽ തോന്നിയ ചെറിയൊരു കുസൃതിയായിരിക്കും, അത്രയാണ്. അല്ല, അങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ സണ്ണി അത് അറിഞ്ഞപ്പോൾ സണ്ണിക്ക് എന്തോ? ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മളിതിലൊന്നും ഇൻവോൾവ് അല്ല. അപ്പം നമ്മൾ തന്നെ വെറുതെ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. കാരണം നമ്മൾ പിന്നെ പേഴ്സണലി അറിയുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാം. മറ്റത് നമ്മളെ ശ്രദ്ധിക്കുന്നത് തന്നെ എന്താ പറയുക, മോശമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. പിന്നെ അത് ആക്ച്വലി അന്ന് ഭാമ തന്നെ അവൾക്ക് തന്നെ അത് ഭയങ്കര വിഷമമായി പോയി. കാരണം അവൾ പറയാത്തൊരു കാര്യം എന്നെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾ തിരിച്ചങ്ങോട്ട് സംസാരിച്ചു. ഇറ്റ്സ് ഫൈൻ. പിന്നെ ബാക്കി ആളുകളത് ഡിസ്കസ് ചെയ്യുന്നതിൽ എന്താ ഉള്ളത്? എനിക്ക് പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല അല്ലേ? ഇല്ല, എന്തൊരു ശരി. അല്ല, അങ്ങനെ ദേഷ്യം വരാറില്ല. ഇല്ല. പക്ഷേ സിനിമയിൽ ഫ്രെയിമുകളിൽ മിക്കപ്പോഴും പരിക്കനായിട്ടുള്ള കഥാപാത്രമാണ് ചെയ്യുന്നത്. അത് ഓരോരുത്തർ തരുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. അപ്പം എല്ലാം ഉണ്ട്, എല്ലാ ഇമോഷൻസും ഉണ്ട്. പിന്നെ അധികവും ഇതാണ് സ്ഥായി ഭാവം. വില്ലൻ എന്ന് പറയുന്ന ഒരു സിനിമ സണ്ണി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എന്താണ് അതിൻ്റെ ഒരു? കാരണം അത് വേറൊരു രീതിയിൽ ഒരു ആദ്യ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കാരണം വില്ലൻ ടൈറ്റിൽ, വില്ലൻ നായകനല്ല, വില്ലൻ. അതാണ് അതിൻ്റെ
ശ്രദ്ധ ആകർഷിക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? എൻ്റെ ഇപ്പം ഇതുവരെയുള്ള കരിയറിൽ ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യണതും ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ഇപ്പം സ്റ്റിൽ അതിൻ്റെ ഷൂട്ടോ ഒന്നും തുടങ്ങിയിട്ടില്ല. ആ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നത് ചിലപ്പം ജൂലൈയിലാവാം, ചിലപ്പോൾ ഓഗസ്റ്റിലാവാം, ചിലപ്പം സെപ്റ്റംബറിലാവാം. പക്ഷേ ആ സിനിമ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട്. ആ സിനിമയിൽ പുതിയ ഒരുപാട് ആളുകൾ അഭിനയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഡിസംബർ മുതൽ അതിൻ്റെ റിഹേഴ്സൽസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ സണ്ണി ഇപ്പോൾ ഈ സിനിമയിൽ ഇതുപോലെ നായകനാകില്ല എങ്കിൽ സണ്ണി ആരാകുമായിരുന്നു? ഞാൻ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റിൽ എവിടെയെങ്കിലും ഒരു ചെയറിൻ്റെ മേളിൽ എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. ശരിക്കും ഈ ജീവിതം ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ, അതോ ചിലതൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ? രണ്ടും ഉണ്ടോ? ഇല്ല, എല്ലാം ഉണ്ട്. പഴയത് തന്നെ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. പഴയ എല്ലാവരും ഉണ്ട്, പഴയ എല്ലാ ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പോൾ പുതിയ ഒരു വേൾഡും കൂടെ ഉണ്ട്. അപ്പം ആ രണ്ട് ലോകവും ഒന്നായിട്ട് എൻ്റെ കൂടെ ഉണ്ട്.